നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബീഫ് ഫ്രൈ ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ അല്ലേ? അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ബീഫ് ഫ്രൈ നമ്മൾ ഒരുപാട് രീതികളിൽ ഉണ്ടാക്കാറുണ്ട്. നമ്മളിന്നുണ്ടാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ബീഫ് കൂടാണ്ട് കുറച്ച് നെയ്ഭാഗവും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ. ബീഫിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇറച്ചി വേവുന്നതിനുള്ള വെള്ളം ആ ഇറച്ചിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതാണ്. ഇനി നമുക്ക് നല്ലപോലെ കൈക്ക് ഒന്ന് ഞെവടി തിരുമ്മി ഇതൊന്ന് യോജിപ്പിക്കാം. അതിനുശേഷം മൂടി വെച്ച് ഒരു 5 to 6 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ അകത്തേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഈ കുക്കറിൻ്റെ അകത്ത് തന്നെ വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പം ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടും. ഈ കുക്കറിൽ ഉള്ള വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. ബീഫ് ഫ്രൈ ചെയ്യുന്നതിന് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും എനിക്കിത് വറുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്ര എണ്ണയുടെ ആവശ്യമില്ല. നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ബീഫിൽ നിന്ന് നല്ലപോലെ നെയ്യ് ഉരുകി ഇറങ്ങിയിരുന്നു. ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാക്കൊത്തിട്ട് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ കുക്കറിൽ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഇറച്ചി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇറച്ചി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 6 മുതൽ ഒരു 8 മിനിറ്റ് വരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബീഫ് വെന്ത് വന്ന് ഈ എണ്ണയിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ നല്ലപോലെ നെയ്യ് ഉരുകി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. നിങ്ങൾ വെറും 1 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം ഫ്രൈ പാനിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയും ഈ ബീഫിൻ്റെ നെയ്യ് ഉരുകിയതും കൂടി അധികം ഓയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എക്സസ് വന്ന ഓയിൽ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഒരു 8 മിനിറ്റൊക്കെ സ്റ്റിർ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.25 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ബീഫിൻ്റെ സെൻറ്ററിലേക്കാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1.25 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് അഥവാ ചതച്ച മുളക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്ക് 2 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ചതച്ച മുളകൊക്കെ ചേർത്ത് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യമേ തന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് പൊടിച്ച പെരിഞ്ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂണും വറുത്ത് പൊടിച്ച കുരുമുളക് പൊടി 1 ടീസ്പൂണും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ബീഫ് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ബീഫ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് കൊടുക്കാം.
ഇറച്ചി ഏതായാലും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി ഒന്ന് കൂടും. അപ്പോൾ കഴിവതും ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ബീഫ് കുക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ഞവടി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഒരു 3 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വയംഭൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.